പിന്നെ ഗൾഫിൽ പോയ സമയത്ത് നിങ്ങളും അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും തമ്മിൽ വീട്ടിൽ ക്ലാഷസ് ഉണ്ടാകാറുണ്ടോ? അങ്ങനൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോ അമ്മ എന്തെങ്കിലും വഴക്കുകൾ ഉണ്ടാകാറില്ലേ? വഴക്കുകളുണ്ട്. വഴക്കുകളെന്ന് വെച്ചാൽ അത് ഞാനായിട്ട് ഉണ്ടാക്കുന്ന വിഷയങ്ങളല്ല. അമ്മക്ക് ഏറ്റവും കൂടുതൽ ഇതെന്ന് വെച്ചാൽ ഈ ഇളയ കൊച്ചാണെന്നുണ്ടെങ്കിൽ വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു അമ്മയ്ക്കൊരു ഈഗോ ഉണ്ടായിരുന്നു. എപ്പോഴും അമ്മ പറയുന്ന വിഷയം എന്ന് വെച്ചാൽ നീ ആണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ജീവിക്കുന്നു, എൻ്റെ മക്കൾ ആടിനെയും പോത്തിനെയും വിറ്റ് ജീവിക്കുന്നു, അവർ വാടക വീട്ടിൽ ജീവിക്കുന്നു, നിന്നെ ഞാൻ അധിക നാൾ വാഴിക്കത്തില്ല, നിന്നെ ഞാൻ എൻ്റെ മോൻ്റെ കൂടെ ജീവിപ്പിക്കത്തില്ല. അല്ല, നിങ്ങൾക്ക് സ്വന്തം വീടായോ? അപ്പോഴത്തേക്കിന് എനിക്ക് വീട്ടിൽ നിന്ന് തരാനുള്ള ബാക്കി സ്വർണം കൂടെ ഒക്കെ തന്ന് എൻ്റെ വീട്ടുകാർ എനിക്ക് എൻ്റെ സഹോദരങ്ങളെല്ലാം കൂടെ എനിക്ക് കോളനി 1.25 ലക്ഷം രൂപ കൊടുത്ത് ഒരു വീട് മേടിച്ചു തന്നു. അല്ല, വീട്ടുകാര്യങ്ങളെല്ലാം അത്ത സംരക്ഷിച്ചോണ്ടിരിക്കുവാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ ഇതിന് ശേഷം നിങ്ങളും സഹായിച്ചു. അപ്പൊ അങ്ങനെ സന്തോഷത്തോടുകൂടി ഇല്ലേ ജീവിതത്തിൽ പോയത്? ഇതിന്റെ അകത്തെന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് ഈ അങ്ങനത്തെ മൂത്ത പെങ്ങൾ നല്ല ശരിക്ക് കളിച്ചിട്ടുണ്ട്. ഇവര് ഈ ഗൾഫില് പോയ ഈ സമയത്താണെന്ന് തോന്നുന്നു സാർ, കുറെ വീട്ടില് കുറെ വിഷയങ്ങളുണ്ടാകും. കൂടുതൽ സൗഹൃദങ്ങള്, കൂടുതൽ ഫോൺ വിളികള്, പലരുമായിട്ട് ഇവര് യാത്ര ചെയ്യുന്നൊക്കെ പരാതികള് ഇതിന്റെ അകത്തും കൊടുത്തേക്കുന്നത്. പക്ഷേ ഷാനവാസണ്ണൻ ഗൾഫിൽ പോയ സമയത്ത് ലീവിന് നാട്ടിൽ വന്നേച്ച് ഈ 6 മാസത്തെ ലീവും കഴിഞ്ഞ് പോയതിന് ശേഷമാണ് വിഷയങ്ങൾ എന്ന് വെച്ചാൽ ഈ മൂത്തളിയാൻ അവിടെ ചെന്നതിന് ശേഷമാണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതല്ല, ഷാനവാസ് നിങ്ങളെ വിളിക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾ എൻഗേജ്ഡാ. അപ്പൊ നിങ്ങൾ ആരെയാ വിളിച്ചത്, എന്തുവാ വിളിച്ചത് എന്നുള്ളത് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടോ? മക്കളെ വലിയ ഇഷ്ടമാണ്. അത് ഷാനവാസണ്ണൻ പറയുന്ന കള്ളവാ. ഷാനവാസ് അണ്ണ അവിടെ വിളിക്കാൻ ഞാൻ ഇപ്പോൾ ഓട്ടത്തിലല്ലേ ഞാൻ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. വിളിക്കുമ്പോ ഞാൻ സ്വാഭാവികമായിട്ട് സംശയം ആരെയാ നിങ്ങൾ വിളിച്ചെന്നുള്ളത് അയാളെ ബോധ്യപ്പെടുത്തും. പറയും. ഞാൻ പറയുന്നേ മാഹിമാനെ വിളിക്കുമായിരുന്നു, അല്ലേ സാലിഹ്മോനായിരുന്നു, ചേട്ടത്തിയുടെ മോനായിരുന്നു, അവരെ വിളിച്ചതാന്ന് പറഞ്ഞു. ആരെയടി നീ വിളിച്ചെന്ന് എന്നോട് ചോദിക്കും പറയാം ഇത് ചേട്ടത്തിയുടെ മക്കളെ വിളിച്ചതാ, അല്ലെ ആങ്ങളുടെ മക്കളെ വിളിച്ച്. അല്ലാതെ സ്വാഭാവികമായിട്ട് എനിക്ക് പുറത്ത് ഞാൻ ആരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അല്ല, ബന്ധമുണ്ടെന്നല്ല, പക്ഷെ ഈ പല സ്ഥലങ്ങളിലും നടക്കുന്നത് പോലെ രാത്രി 10 മണി 11 മണി വരെയൊക്കെ വിളിച്ചോണ്ടിരിക്കുന്നത് അതാണെന്ന് തോന്നും. എന്തായാലും ഇപ്പം എന്താണ് ആവശ്യം? പ്രധാനപ്പെട്ട ആവശ്യം എന്ന് വെച്ചാൽ ഷാനവാസ് എനിക്ക് എന്റെ മുതല് കിട്ടണം. ഇല്ല, മൊഴി ഇല്ല. അദ്ദേഹം വേറെ കല്യാണം കഴിച്ചു, ബന്ധം വേർപെടുത്തിയിട്ടില്ല, തലാഖ് ചൊല്ലിയിട്ടില്ല, പിന്നെ മുതലുകൾ വെച്ചിട്ടില്ല, തലാഖ് ചൊല്ലിയിട്ടില്ല. ആ വിവാഹം രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ആ കൊച്ച് രജിസ്റ്റർ ചെയ്ത് ആ ഒരു ബന്ധമാണ് ഈ ജീവിതത്തിന്റെ ഏറ്റക്കുറച്ചിലുണ്ടായത്, അല്ലാതെ വേറൊന്നുമില്ല. ഞങ്ങൾ തമ്മിലല്ലേ. ഗൾഫിലുള്ളപ്പോ തന്നെ ജമാഅത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അത് ഇവര് പറയുന്നത് ജമാഅത്തിൽ പരാതി കൊടുത്തേക്കുന്നത് ഷാനവാസണ്ണൻ ജമാഅത്തിൽ പരാതി കൊടുത്തെന്നാ ഇവര് പറയുന്നത്. പക്ഷെ ഷാനവാസണ്ണനല്ല കൊടുത്തേക്കുന്നത്. മൂത്ത പെങ്ങള് അറിയാവുന്ന ഒരാളെ കൊണ്ട് എഴുതിച്ച് ജമാഅത്തിൽ ലെറ്റർ കൊടുത്തതാ. ജമാഅത്തിൽ നിങ്ങളെ വിളിപ്പിച്ചോ? ജമാഅത്തിൽ എന്നെ വിളിപ്പിച്ചു. ഇവര് വന്നില്ല, ജമാഅത്തിൽ വിളിപ്പിച്ചിട്ട് നിങ്ങളെ എന്നെ വിളിപ്പിച്ചു. ഇതുപോലെ ഒരു ലെറ്റർ വന്നിട്ടുണ്ട് ജാരി, അത് എന്താന്ന് ചോദിച്ചു. അന്നേരം ഞാൻ കണ്ടില്ല. അന്നേരം എന്റെ ആങ്ങളെ വിളിപ്പിച്ച്, ആങ്ങളെ ചെന്ന് ആങ്ങളെ ഈ ലെറ്റർ കാണിച്ചേച്ച് പറഞ്ഞു, ഒരു കാര്യം ജാരി 16-ാം തീയതി ആണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പം പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ രേഖകളൊക്കെ ആയിട്ട് ജമാഅത്തിൽ ചെന്ന് അവര് ഈ ലെറ്റർ വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ലെറ്ററിൻ്റെ അകത്ത് കാണുന്ന പോലെ യാതൊരു സംഭവങ്ങളും ഇല്ല. എന്തായാലും ഈ ജമാഅത്തിൽ തന്ന ലെറ്റർ മൊത്തം കള്ളവാ. എന്നുവെച്ചാൽ ഞാൻ ആരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, എനിക്ക് ആരുമായിട്ട് ഒരു കൂട്ടുമില്ല. ജമാഅത്ത് ഉപദേശിച്ചു പറഞ്ഞു ഷാനവാസ് വരട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം നിങ്ങളെ വിളിപ്പിച്ചു 2 കൂട്ടരെയും. ഷാനവാസണ്ണം വന്ന് അമ്മക്ക് വെള്ളത്തിലങ്ങാണ്ട് ചവിട്ടി, പിന്നെ ഇവിടെ അങ്ങാണ്ട് ഒടിവുണ്ടായപ്പം ഷാനവാസണ്ണം വന്നിട്ട് ഈ പള്ളിയിലെ പരിഹാരത്തിന് ഷാനവാസണ്ണം മുതിർന്നതല്ല. ഷാനവാസണ്ണം അമ്മയുടെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വെച്ച് ഷാനവാസണ്ണൻ ഈ പെണ്ണുമായിട്ട് ഇടവഴികളിൽ തോറും നിന്ന് വർത്താനങ്ങളും, ആ പെണ്ണിനെ കൊണ്ടുവന്ന് കടയിൽ നിന്ന് അവിടെ വീട്ടിൽ കൊണ്ട് വിടുക, അവിടുന്ന് തിരിച്ച് ഈ കടയിൽ കൊണ്ടുവന്ന് വിടുക, ഇതെല്ലാം ആൾക്കാർ എന്നോട് പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല. എന്താന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു ഷാനവാസണ്ണ അങ്ങനെ ഒരു കാര്യത്തിൽ എനിക്ക് വിശ്വാസക്കുറവില്ല. ആ പെണ്ണെ തന്നെ രജിസ്റ്റർ ചെയ്തേക്കുന്നത്. പക്ഷെ രജിസ്റ്റർ ചെയ്തിട്ടില്ല, നിക്കാഹ് ചെയ്തിട്ടില്ല. ആദ്യകാട്ടുകുളങ്ങര ജമാഅത്തി നിക്കാഹ് കഴിക്കണമെന്ന് പറഞ്ഞു ചെന്നപ്പോൾ ആദ്യകാട്ടുകുളങ്ങര ജമാഅത്ത് പറഞ്ഞ് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ആദ്യത്തെ കൊച്ചിന്റെ മുതലുകളും വെച്ച് ആ കൊച്ചിനെ നിയമപരമായിട്ട് നിക്കാഹ് ബന്ധം വേർപെടുത്തി വെച്ചു അന്നേരം നിക്കാഹ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. നിങ്ങളുടെ കല്യാണം നിങ്ങളുടെ രീതിക്ക് അനുസരിച്ചാണോ നടത്തിയിരിക്കുന്നത്?
അങ്ങനെ നടത്തിയേക്കുന്നത്. അപ്പം ഈ കൊടുക്കലും വാങ്ങലും ഒക്കെ അതിനകത്തൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുമല്ലോ. ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല മാം. അങ്ങനില്ല. ഞങ്ങൾക്ക് അങ്ങനില്ല. നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ വാക്കാലുള്ള പറച്ചിലേ ഉള്ളൂ. പിന്നെ കൊടുക്കൽ വാങ്ങലിന്റെ കാര്യത്തിൽ എന്ന് വെച്ചാൽ ഈ മഹർ തരുന്നത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് എഴുതി വെക്കുന്നത്. അപ്പം കാരണവന്മാരൊക്കെ കാണും അവരുടെ മുമ്പിൽ വെച്ച് ഇന്നതാണെന്ന് പറഞ്ഞു. ഇന്നത് പറഞ്ഞു. പള്ളിയുടെ ജമാഅത്തിന്റെ പ്രതിനിധികൾ ഉണ്ടാകത്തില്ല ആ സന്ദർഭത്തിൽ അവർക്കറിയാമല്ലോ. അവർക്കറിയാം. പക്ഷെ അതേ സമ്മതിക്കുന്നുണ്ടെന്നാണ് കേട്ടോ സാർ ഇതിനകത്ത് തന്നു. സമ്മതിക്കും. എന്താന്ന് വെച്ചാൽ എനിക്ക് ഷാനവാസ് അണ്ണനെ പറ്റി ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. എന്താ ശരിക്കുള്ള ആവശ്യം എന്താ? വീണ്ടും അദ്ദേഹത്തോടൊപ്പം ജീവിക്കണമെന്നാണോ? വേണ്ട. അതിന്റെ അകത്ത് എനിക്കൊരു താല്പര്യമേ ഇല്ല. എന്റെ ആവശ്യം എന്ന് വെച്ചാൽ എന്റെ മുതല് കിട്ടണം, ഞാൻ കൊടുത്ത മുതലും കിട്ടണം, എനിക്ക് നഷ്ടപരിഹാരവും കിട്ടണം. 2.5 ലക്ഷം രൂപ 20 പവനും 25 പവന്റെ സ്വർണം എനിക്ക് കിട്ടണം സാർ. എന്താന്ന് വെച്ചാല് എല്ലാം ഒരു ഗ്രാം ഞാൻ ഈ പരാതിയുമായിട്ട് ഞാൻ ഇവിടെ വരത്തില്ലായിരുന്നു. എന്താന്ന് വെച്ചാൽ എന്നിൽ നിന്നൊരു തെറ്റോ വീഴ്ചയോ എന്റെ ഭർത്താവിന്റെ വീട്ടുകാർക്ക് ഉണ്ടാകുമായിരുന്നുവെങ്കിൽ തീർച്ചയായും ഞാൻ ഈ വേദിയിൽ വരത്തില്ല. ഞാൻ നാണം കെടാൻ ഞാൻ ഒരുങ്ങത്തില്ല. എന്നിൽ നിന്നും ഒരു തെറ്റുകുറ്റങ്ങളും ഉണ്ടാകാത്തതിന്റെ പുറത്താണ് ഞാൻ ഈ വേദിയിൽ വന്നതും എന്റെ കാര്യങ്ങൾ ഞാൻ സത്യസന്ധമായി നിങ്ങളോട് ബോധിപ്പിച്ചത്. ഞാൻ എന്റെ സഹോദരന്റെ കൂടെ, മൂത്ത സഹോദരന്റെ കൂടെ. എങ്ങനെയാണ് ജീവിതം പോകുന്നത്? ജീവിതത്തിന്റെ എനിക്ക് എന്താന്ന് വെച്ചാൽ ഇത്രയും കഴിഞ്ഞു പോകുന്നതെന്ന് വെച്ചാൽ എല്ലാം ഇപ്പൊ ഒരു 2 മാസം കൊണ്ട് ഞാനൊരു കടയിൽ നിൽക്കുക. 2 മാസം കൊണ്ട് എന്ന് വെച്ചാൽ അവരിത്രയും മുതലുകൾ മാമിനോട് പറയുവാണെന്നുണ്ടെങ്കിൽ ഗൾഫ് രാജ്യത്ത് കടന്നു മൂക്കിനും വായിനും ബ്ലഡ് തുപ്പി പച്ചരിക്കഞ്ഞി കുടിച്ചു ഉണ്ടാക്കിയ മുതലാ. എന്റെ സഹോദരൻ തന്ന മുതല. എന്റെ വാപ്പാക്ക് അതിനുള്ള കഴിവില്ല, എന്റെ മറ്റു 2 സഹോദരങ്ങൾക്ക് അതിനുള്ള കഴിവില്ല. അവർ അതുപോലെ കഷ്ടപ്പെട്ട് തന്ന മുതല. ഷാനവാസ് എന്ത് ജോലിയാ ചെയ്യുന്നത്? ഓട്ടോ ഓടിക്കും. ഷാനവാസ് അണ്ണൻ ആരുടെ കൂലി ഓട്ടോ ഓടിക്കുവാണ്. ഈ 25 പവനും പിന്നെ എത്ര പണമാ കൊടുത്തേക്കുന്നത്? 2 ലക്ഷം കൊടുത്തേച്ചു. പിന്നെ എന്താന്ന് വെച്ചാൽ വീട് മേടിക്കാനും കൂടെ 50,000 രൂപ കൊടുത്ത് സഹായിച്ചു. നഷ്ടപരിഹാരം എന്തോ പറഞ്ഞു? ഞാൻ കോടികളും ലക്ഷങ്ങളും ഒന്നും വേണ്ട, എനിക്ക് ജീവിക്കട്ടെ മാം. എന്താ നഷ്ടപരിഹാരം? ജമാഅത്തിന്റെ മുമ്പിൽ ഷാനവാസ് അണ്ണൻ തന്നെ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. ഇതിന്റെ അകത്ത് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം, 2.5 ലക്ഷം രൂപ ശ്രീധരൻ തന്നതും 25 പവനില്ല 22 പവനും തരാമെന്ന് ഷാനവാസ് അണ്ണൻ തന്നെയാണ് പള്ളി ജമാഅത്തിന്റെ മുമ്പിൽ ഏറ്റത്. ഈ ജമാഅത്തിന്റെ മുമ്പിൽ എഗ്രിമെന്റ് വെച്ചിട്ടാണ് അന്ന് രാത്രി തന്നെ ഇയാടെ മൂത്തളിയനും മൂത്ത പെങ്ങളും കൂടെ പോയി ആ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ആ പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ടുവരുന്നത്. അത് തരാനുള്ള കഴിവ് ഷാനവാസിനുണ്ടോ? ഇല്ല. പിന്നെ പറയും നിങ്ങൾ ആവശ്യപ്പെട്ടോ? ഇല്ല, ഒന്നും ആവശ്യപ്പെട്ടില്ല. നമുക്ക് അണ്ണന്റെ ഏകദേശ രൂപങ്ങളൊക്കെ നമുക്കറിയാം. കോളനിയിലാണെങ്കിൽ ഒരു വീട്, അതിന്റെ അകത്തൊരു വീടുണ്ട്. അതിന്റെ അകത്ത് ഷാനവാസ് അണ്ണൻ എനിക്ക് തരാമെന്ന് പറയാൻ ഒരു അവകാശവും ഇല്ല മാം. അത് എന്റെ സഹോദരങ്ങൾ മേടിച്ചു തന്നതാ. അത് ഞങ്ങളുടെ 2 പേരുടെയും പേരില്ല. ഇപ്പൊ ആരാ താമസിക്കുന്നത്? ആരും താമസിക്കുന്നില്ല, ചുമ്മാ പൂട്ടിക്കിടക്കുക. അതെന്തിനാ നിങ്ങൾക്ക് അവിടെ താമസിച്ചൂടെ? നിങ്ങളുടെ കൂടെ പേരിലാണെങ്കിൽ? അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അദ്ദേഹം ആ വീട് തരാമെന്ന് പറഞ്ഞാൽ ഓക്കെ ആണോ? അങ്ങനെ കൂടെ ചെയ്യാൻ പറ്റുന്നതല്ലേ ചെയ്യാൻ? അത് വീടും തരണം, എന്റെ സ്വർണവും തരണം. ജാരിയുടെ ഭർത്താവ് ഷാനവാസ് വന്നിട്ടുണ്ട്. സാർ, അദ്ദേഹമാണ് ഷാനവാസ്. ചാരിമൂടാണ് സ്ഥലം. ഷാനവാസ് എന്താ വർക്ക് ചെയ്യുന്നത് ഇപ്പൊ? ഞാൻ ഓട്ടോ ഓടിക്കുക. നേരത്തെ കുറച്ചാലും ഗൾഫിലുണ്ടായിരുന്നു. ഞാൻ വന്നിട്ട് 1.5 വർഷമായി. 1.5 വർഷം. എത്ര നാൾ ജോലി? ഞാൻ 5 വർഷം. 5 വർഷം. സമ്പാദ്യമൊക്കെ ഉണ്ടായതെല്ലാം പോയി. സമ്പാദ്യമൊക്കെ ഇട്ട് വെച്ച വഞ്ചിപ്പെട്ടിയാണ് ഉണ്ടായിരിക്കുന്നത്. എല്ലാം പോയി. എങ്ങനെ പോയി? കാര്യം അക്കൗണ്ടിൽ ഇടാൻ പറ്റുന്ന പൈസ എല്ലാം അതൊക്കെ കൊടുത്തതൊക്കെ പോയല്ലോ. അയച്ചോ ഞാൻ അക്കൗണ്ടിൽ നോക്കിയപ്പോ ഒന്നുമില്ല. നിങ്ങളുടെ അക്കൗണ്ടിലേക്കല്ലേ പൈസ അയച്ചേ? ആരെ? എന്റെ അക്കൗണ്ടിലെ ATM കാർഡും എല്ലാം അവരെയില്ല. 5 വർഷം കൊണ്ട് എത്ര രൂപ സമ്പാദിച്ചത്? 5 വർഷം കൊണ്ടുണ്ട് സമ്പാദിച്ചെല്ലാം കുറെ കടമുണ്ടായിരുന്നു. കാര്യം ആ വീടിന്റെ കുറച്ച് കടമുണ്ട്. മിച്ചം എത്ര കാണണമായിരുന്നു എന്റെ കയ്യിലോ? കണ്ടില്ലാന്ന് പറയുന്നില്ലേ വൈഫിനെ ഏൽപ്പിച്ചിട്ട്? അത് എത്ര രൂപ കാണണം? ഒരു 4.5 ലക്ഷം രൂപ ഉണ്ട്. 4.5 ലക്ഷം രൂപ ഇടയ്ക്ക് വെച്ച് കടം വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ എന്റെ വണ്ടിയുടെ ഒരു ഇച്ചിരി ലോൺ ഉണ്ടായിരുന്നു. അത് 25,000 ചിലവുള്ളത്. അത് ഞാൻ വണ്ടി വേറെ കൊടുത്തിട്ടാ പോയെ. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഫിനാൻസ് അടയ്ക്കാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ വണ്ടി തിരിച്ചെടുത്തായിരുന്നു. അങ്ങനെ ഞാൻ അയച്ച പൈസ കടങ്ങൾ വീട്ടിന്ന് പറഞ്ഞു, കടങ്ങൾ വീട്ടാനുണ്ടായിരുന്നു പറഞ്ഞു. ഇതിലേക്ക് ഭാര്യ എടുത്തു പറയുന്നു. സത്യം ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യമേ അതിനകത്ത് 25,000 രൂപ വണ്ടിക്ക് കൊടുത്തുള്ളൂ. അതിന്റെ ബാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിന്റെ ഒരു 50 രൂപ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 50 രൂപ എൻ്റെ വേളെ സഹോദരിക്ക് ഞാൻ കൊടുക്കാണോ കടം മേടിച്ച് ഇവരുടെ ആങ്ങളുടെ കയ്യിൽ നിന്ന് അത് ഞാൻ അയച്ചു കൊടുത്തു. ഇത്രയും കടം ഉണ്ടായിരുന്നു. എത്ര വയസ്സുള്ളപ്പോഴേ ഇവര് കല്യാണം കഴിക്കുന്നത്? 19 വയസ്സ്. നിങ്ങളുടെ 19 വയസ്സ്. അവർക്കപ്പോ എത്ര വയസ്സായിരുന്നു? അവർക്ക് ഒരു 32 വയസ്സ് കൊടുക്കണം. 32 വയസ്സ് ആണോ? എന്റെ 24-ാമത്തെ വയസ്സിലായിരുന്നു കല്യാണം. ഷാനവാസന്റെ 23-ാമത്തെ വയസ്സിലായിരുന്നു കല്യാണം.
ഒരു വയസ്സിന്റെ വ്യത്യാസം. അത്രേ ഉള്ളായിരുന്നു. എൻ്റെ 23 ഞാൻ അന്നേരം ചോദിച്ചു, ഷാജി കൊണ്ടുവന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇയാളുടെ അളിയനാണ് കല്യാണം കൊണ്ടുവന്നപ്പോൾ ഞാൻ ചോദിച്ചു, എടാ എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് പിന്നെ 23 വയസ്സുണ്ടടി എന്ന് പറഞ്ഞു. ഷാനവാസൻ ആണ് 84-ലുള്ളതാ ഷാനവാസണ്ണ. ഇന്ന് ഷാനവാസണ്ണന് 32 വയസ്സുണ്ടോ? 19 വയസ്സിലാണോ ഷാനവാസണ്ണ കല്യാണം കഴിഞ്ഞത്? ഷാൻസണേ, ഞാൻ ഒരു കാര്യം ഷാനവാസനോട് പറയുക, അതൊക്കെ നിങ്ങൾ അറിഞ്ഞോണ്ടല്ലോ വിവാഹം കഴിച്ചന്ന്. എല്ലാം അറിഞ്ഞോണ്ടാ വിവാഹം കഴിച്ചത്? എല്ലാ ഹിസ്റ്ററികളും ഷാനവാസണ്ണന്റെ അളിയൻ അറിയാമായിരുന്നു. ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ എന്റെ വീട്ടിൽ ചെല്ലാതെ പോട്ടെ, ഞാൻ അറിഞ്ഞ് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എല്ലാം എന്റെ അടുത്ത് അത് പറഞ്ഞിട്ടുമില്ല. അതായത് ഹോളി വെച്ചല്ല കല്യാണം നടന്നത്, ഒരു അയ്യത്ത പന്തൽ റിസപ്ഷന് പന്തലിട്ടത്, എന്നിട്ട് താലികെട്ട് നടത്തിയ ഒരു വീട്ടിന്റെ ഒരു ഉമ്മർത്ത് കൊണ്ട് വെച്ചാൽ ഒരു വീട്ടിന്റെ ഉമ്മർത്തല്ലേ എന്റെ വീട്ടിൽ താലികെട്ട്. അവരോട് നിങ്ങൾ തിരക്കാവല്ലോ, തിരക്കാലും അറിയാൻ പറ്റും. ഉൾപ്പെടുത്തത്തില്ലേ? അവിടെ നമ്മൾ പ്രായം ചേർക്കുമല്ലോ. അവിടെ കൂട്ടി വെച്ചേക്കുന്നു. ഇല്ല, കൂട്ടിയൊന്നും അല്ല വെച്ചേക്കുന്നത്, കറക്റ്റാ വെച്ചേക്കുന്നത്. കറക്റ്റ് പ്രായം. എന്തായാലും ഞാൻ ജനിച്ചു വളർന്ന ജമാഅത്ത്, ഞാൻ പഠിച്ചിറങ്ങിയ ജമാഅത്താ. ഷാനവാസണ്ണൻ കള്ളം പറയരുതേ. ഷാനവാസണ്ണൻ എന്റെ മുഖത്ത് നോക്കി 10 വർഷം എന്റെ കൂടെ ജീവിച്ച ഷാനവാസണ്ണൻ എന്റെ മുഖത്ത് നോക്കി കള്ളം പറയരുത്. ഞാൻ പറഞ്ഞേക്കോ, എനിക്ക് ആകെ പാടാൻ നിങ്ങൾ വന്നിരുന്നപ്പോ മുതൽ പറഞ്ഞ കള്ളത്തരങ്ങൾ എനിക്ക് ജയിക്കാതിരിക്കുക. സ്വാഭാവികമായിട്ടും നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയ്ക്ക് ബന്ധപ്പെട്ട ആൾക്കാരോ ഈ വിഷയങ്ങളുമായിട്ട് 2 കുടുംബങ്ങളായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോ നിങ്ങളെ പ്രായവും മറ്റു കാര്യങ്ങളും അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാവൂലേ? എനിക്ക് വേറെ കാര്യമുണ്ട്. ഇപ്പോഴും എനിക്ക് അത് അറിയണമെന്ന് താല്പര്യമില്ല. കാരണം ഞാൻ അന്നും ഞാൻ അത് ആവശ്യപ്പെട്ടിട്ടില്ല, ചോദിച്ചിട്ടുമില്ല, അതിന് പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുമില്ല. അന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അതല്ല, ഇപ്പൊ ഞാൻ ഷാനവാസിനോട് ഷാനവാസണ്ണൻ പറഞ്ഞിട്ടില്ലയോ അങ്ങനെ? പ്രായത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ വീട്ടിൽ ഒരു അസ്വാരസ്യം ഉണ്ടായി കാണാം. അത് പോട്ടെ. നിങ്ങളെ കുറിച്ച് അവര് പറഞ്ഞത് നിങ്ങൾ അവരുടെ നിങ്ങളുടെ വീട്ടിൽ വന്നതിന് ശേഷം അവര് വളരെ സന്തോഷമായിട്ടുള്ള ജീവിതമായിരുന്നു. നിങ്ങളുടെ കുടുംബമായിട്ടും അവര് സന്തോഷമായിട്ടാണ് കഴിഞ്ഞിരുന്നത്. അവരുടെ കുടുംബമായിട്ട് നിങ്ങളും വളരെ സന്തോഷമായിട്ടാണ് കഴിഞ്ഞിരുന്നത്. നിങ്ങളെ കൊണ്ട് അവരുടെ കുടുംബത്തിൽ ആർക്കും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അങ്ങനെയൊക്കെയാ പറഞ്ഞത്. പിന്നെ നിങ്ങളുടെ സഹോദരിയുടെ ഒരു ബാധ്യത തീർക്കാൻ അവരുടെ ആഭരണങ്ങളും പൈസയും നിങ്ങൾ ഉപയോഗിച്ചു. 10 പവനും 50,000 രൂപയും അവർക്ക് കൊടുക്കേണ്ട ഒരു ബാധ്യത ഉണ്ടായിരുന്നു. അത് അവര് മൊത്തം സ്ത്രീധനം എത്രയാ തന്ന? അവര് 20 പവനും 1,90,000 രൂപ എനിക്ക് തന്നത്. ഞാൻ 2 ലക്ഷം രൂപ കൂട്ടി കൊടുത്ത്. 2 ലക്ഷം രൂപ കൊടുത്തോ? എനിക്ക് തന്നത് ഇവര് ഇങ്ങോട്ട് തന്നത് 2 ലക്ഷം രൂപയും 20 പവന്റെ സ്വർണം. 20 പവന്റെ സ്വർണവും തന്നു. അപ്പൊ അതിൽ നിന്ന് 10 പവനും 50,000 രൂപയാണ് അവർക്ക് കൊടുത്തത്. ബാക്കിയുള്ള സ്വർണം നിങ്ങൾ വേണ്ടുന്ന രീതിയിൽ ഉപയോഗിച്ചോ? അവർക്കും കൂടെ വേണ്ടിയിട്ട് ഉപയോഗിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 പവന്റെ ഇവരെ ആങ്ങളയ്ക്ക് പണയം വെക്കാൻ കൊടുത്തായിരുന്നു. എത്ര പവനാ? 3 പവൻ അല്ലല്ല, 7 പവനോളം ഇവരെ ആങ്ങളയ്ക്ക് പണയം വെക്കാൻ കൊടുത്തു. അതിന്റെ ബാക്കി ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. അത് പണയം വെക്കാൻ കൊടുത്തത്. ഇന്നും വേറെ കാര്യമുണ്ട്. അതായത് ഞാൻ കെട്ടിയ താലിയും മാലയും അവർ വിറ്റു. അവരാങ്ങളെ അത് വെച്ചത് എടുക്കാൻ പറ്റിയില്ല, അത് വിലയിരുത്തി. ഞാൻ എവളും കൂടെ ചെന്ന് ആ കടയിൽ ചെന്നു, പണയം വെച്ചെടുത്ത് ഞങ്ങൾ എടുത്തോളാൻ പറഞ്ഞിട്ട് അന്വേഷിച്ച് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇപ്പോഴാണ് അന്വേഷിച്ച് വരുന്നത്, അത് ലേലത്തിൽ പോയിട്ട് വർഷങ്ങളായിരുന്നു, നിങ്ങൾ ഇപ്പോഴാണ് തിരക്കുന്നതെന്ന് ചോദിച്ചു. അത് ലേലം പോയി എന്ന് പറഞ്ഞു. ഒരാങ്ങളെ പറഞ്ഞു മേടിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാനത് കണ്ടിട്ടില്ല, ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പൊ 7 പവൻ അങ്ങനെ എന്തായാലും 7 പവൻ അവർ തന്നത് 20 പവനിൽ നിന്ന് 7 പവൻ അങ്ങനെ പോയിട്ടുണ്ട്. അതിനകത്ത് ഞാൻ 3 പവൻ എടുത്ത് പണയം വെച്ചത് വീട് ശരിയാക്കാൻ വേണ്ടി ഞാൻ വെച്ചത്. അത് ഞാൻ ഗൾഫിൽ പോയപ്പോൾ ഞാൻ എടുത്തു കൊടുത്തു. ഞാൻ പൈസ അയച്ചു കൊടുത്ത എന്റെ റെക്കോർഡ് മൊത്തം എന്റെ വക്കീലിന്റെ കയ്യിലുണ്ട്. കണക്കിൽ വരുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് ഇത്രയും സന്തോഷമായിട്ട് നിങ്ങൾ ഗൾഫിൽ പോകുന്നതിന് മുമ്പ് വരെ വളരെ ഹാപ്പി ആയിട്ട് പോയതാണ്? എന്തുകൊണ്ട് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളിക്കാരത്തിക്ക് ഒരു സ്വഭാവമുണ്ട്. ഈ ഞാൻ പോയതിനു ശേഷം ഇഷ്ട സ്വാതന്ത്ര്യം, അതായത് ഞാൻ ഒന്നിനും ഒരു വിലം കിട്ടിട്ടില്ല. കാരണം ഞാൻ എൻ്റെ അടുത്ത് വെച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അനുവാദം ഇല്ലാതെ വേറെ എങ്ങും പോകരുത്. ഞാൻ ഗൾഫിൽ പോകുമ്പോൾ യാത്ര പറയുമ്പോഴത്തേക്ക് തന്നെ പിന്നെ അമ്മയോടും അച്ഛനോടും പറഞ്ഞ് നിങ്ങളെ മോള് തന്നെ ഇത് ഇവരോട് ഞാൻ പറഞ്ഞു, നീ പോകുമ്പോഴത്തെ വരുന്നുണ്ട് ഇവർ നിൻ്റെ അമ്മയും അച്ഛനും ആ രീതി വേണം നോക്കാൻ. കാരണം ഞാൻ ഒറ്റ ഒരുത്തനേ ഉള്ളൂ. കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെ എന്നെ വളർത്തിയതും ഞങ്ങൾ 3 പേർ ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങൾ പിരിഞ്ഞ് ജീവിച്ചിട്ടില്ല. ഞാൻ ഒറ്റ ആങ്ങളേ ഉള്ളൂ അവർക്ക്. കാര്യം അങ്ങനെ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ നാട്ടിൽ വന്നിട്ട് ഗൾഫിന് ലീവിന് വന്നിട്ട് പിന്നെയും പോയി. പിന്നെ ഒരു 7 മാസം കഴിഞ്ഞപ്പോൾ സംഭവം വണ്ടി എടുത്തത് അണ്ണം വന്നു കഴിഞ്ഞല്ല വണ്ടി എടുത്തത്. അണ്ണം ഗൾഫ് രാജ്യത്ത് നിൽക്കുമ്പോഴാണ് വണ്ടി എടുത്തത്. വണ്ടി എടുത്തതോ ഓമനി വണ്ടി എടുത്തത്. വണ്ടി എടുക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് 1 ലക്ഷം രൂപയുടെ സ്വർണം 39,000 രൂപയുടെ സ്വർണം എൻ്റെ ചേട്ടത്തി തന്ന്
ബാക്കി എൻ്റെ കയ്യിലിരുന്ന സ്വർണം ഞാൻ മാമിനോട് പറയുക, ഈ മനുഷ്യനറിയാം ഞാൻ 5-10 പിള്ളേരുണ്ട് പഠിക്കാൻ, എൻ്റെ മതത്തിൻ്റെ പഠിക്കാനും ട്യൂഷൻ പഠിക്കാനുമായിട്ട്. ഞാൻ അതുപോലെ വായിട്ടലച്ച് പിള്ളേരുടെ കൂടെ അണ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ അടിക്കുമ്പം പിള്ളേരെ നിങ്ങൾ കവളമെടുത്തെടുത്ത് അടിക്കുക, അവളെ അടിക്കുന്നു. ഈ അണ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. നീ എന്നിട്ട് എന്നോട് അണ്ണൻ പറഞ്ഞേക്കുന്നത് എന്താ പറയുക, നീ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പഠിപ്പിക്കരുതായി, പിള്ളേരുടെ ശാപം എനിക്ക് കിട്ടുമെന്നും പറഞ്ഞ്. അങ്ങനെ 39,000 രൂപയുടെ പണയം എൻ്റെ ചേട്ടത്തിയെടുത്ത് പോയി. വേറെ ആരുമല്ല വന്നേ, വേറെ മാമാടെ മോന്, അവനെ വിളിച്ചേച്ചാ പറഞ്ഞത്. ഷമീറെ അക്കായുമായിട്ട് പോയി അവിടെ ചേട്ടത്തിയുടെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി എൻ്റെ സ്വർണവും എൻ്റെ വീട്ടിൽ പോയി എൻ്റെ ഉമ്മിച്ചാടെ കൈ കിടന്ന സ്വർണവും വാങ്ങിച്ചുകൊണ്ട് വന്ന്, അതിൻ്റെ അകത്തുണ്ട് എല്ലാം വിശദമായിട്ടുണ്ട്. വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊശമറ്റത്ത് ആദ്യമേ എൻ്റെ സ്വർണം കൊണ്ടുപോയപ്പോൾ എത്രയോ രൂപയെ കിട്ടത്തുള്ളെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് തികയത്തില്ല. അന്നേരം ഞാൻ അവിടെ ചെന്ന് എൻ്റെ ചേട്ടനെ വിളിച്ച് പറഞ്ഞ് എന്താണെന്നറിയാം ഷാനവാസണ്ണൻ, ഇക്ക എനിക്ക് ഞങ്ങളുടെ ചിന്നമ്മയുടെ വസ്തു വിൽക്കാൻ പോന്ന്, അതിന് എനിക്ക് വസ്തു മേടിക്കാനാ, ഇക്ക ഒരു 19,000 രൂപ എനിക്ക് തന്നേ പറ്റത്തുള്ളെന്ന്. അതിന് വരെ ഞാൻ സാക്ഷി നിന്ന വ്യക്തിയാണ്. എൻ്റെ ഭർത്താവ് ആരുടെ മുമ്പിൽ തല താഴ്ത്തി നിന്ന് നിൽക്കുന്നത് കാണാൻ ശേഷിയില്ലാതെ എല്ലാ ദുഃഖങ്ങളും എൻ്റെ ഭർത്താവിൻ്റെ ഏറ്റെടുത്തവളാണ് ഞാൻ. അണ്ണനാണെന്നുണ്ടെങ്കിൽ ഇളയ കൊച്ചിന് വസ്തു മേടിക്കണമായിരുന്നു സാർ, ഇവരുടെ കയ്യിൽ പൈസ ഇല്ല. മാമോട് പറയുക, ഇവരുടെ കയ്യിൽ പൈസ ഇല്ല. അന്നേരം ഷാനവാസ് അണ്ണൻ എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഷാനവാസ് അണ്ണനെ എൻ്റെ വീട്ടുകാർ സഹായിക്കും. അത് എൻ്റെ വീട്ടിൽ സാമ്പത്തികം ഉണ്ടായിട്ടല്ല, ഇതിനെ സഹായിക്കാൻ വേറെ ആരും പുറത്തില്ല. ഇയാൾക്കുള്ള അളിയൻ എന്ന് പറയുന്ന മൂത്തളിയൻ മാം അയാളുടെ വീട്ടിൽ ചെന്നാൽ ഇടിച്ചിട്ടിട്ട് മാറിയിട്ടാൽ എന്താടാന്ന് പോലും ഒന്ന് ചോദിക്കത്തില്ല, സത്യം. അതുകൊണ്ട് ഇതിനോട് വലിയ സഹതാപമാണ് എൻ്റെ വീട്ടുകാർക്ക്.